അർജുൻ, ഒരു പക്ഷേ പാകിസ്ഥാൻ ഭരണകൂടം ഇന്ന് അവർ ചിന്തിക്കുമ്പോൾ കറാച്ചിയിലേക്ക്, ലാഹോറിലേക്ക്, ഇസ്ലാമാബാദിലേക്ക്, റാവൽപിണ്ടിയിലേക്കൊക്കെ ഇന്ത്യൻ ആക്രമണം എത്തുകയാണ്. എവിടെ നിന്ന് എങ്ങനെയെന്ന് അങ്കലാപ്പ് പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഒരു പക്ഷേ ഇന്ന് അവർക്ക് തോന്നുന്നുണ്ടാകും ബലൂചിസ്ഥാൻ ആയിരിക്കും ഏറ്റവും സേഫ് ആയ ഒരു സെന്റർ എന്ന്. ആ നിലയിലാണ് ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുന്നത്. തീർച്ചയായിട്ടും. അതിനോടൊപ്പം ഇപ്പോൾ ഒരു പുതിയ വാർത്ത കൂടി വരുന്നുണ്ട്. അതായത് അമൃത്സറിൽ അവിടെ കുറച്ചുകൂടി സുരക്ഷാ മുൻകരുതലുകൾ നടക്കുന്നുണ്ട്. അതായത് ആളുകളോട് അകത്ത് തന്നെ ഇരിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു അമൃത്സർ DPRO. ഒപ്പം തന്നെ ഇപ്പോൾ എയർ റെയ്ഡ് സൈറൻ മുഴങ്ങുമെന്നും അതിനുശേഷം ഓൾ ക്ലിയർ സൈറൻ മുഴങ്ങുമെന്നുള്ള കാര്യം അമൃത്സർ DPRO ജനങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ജില്ലാ പോലീസ് ഓഫീസേഴ്സ് അവിടെ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് മുൻകരുതലുകളുടെ ഭാഗമായി ഇപ്പോഴും ബ്ലാക്ക് ഔട്ടുകളും അതുപോലെ തന്നെ ഈ സൈറൻ പുറപ്പെടുവിക്കുന്നതുമടക്കം അമൃത്സർ പോലെയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ബ്ലാക്ക് ഔട്ട് ഇല്ലാത്ത നഗരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഡൽഹി. അതായത് ഇത്രത്തോളം ആക്രമണം ഇന്ത്യ നേരിട്ടിട്ടും അതിൻ്റെ ഒരു അംശം പോലും രാജ്യ തലസ്ഥാനത്ത് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ നേരെ വിപരീതമാണ് ഇസ്ലാമാബാദിൽ. കാരണം ഷഹബാസ് ഷെരീഫിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തും അസിം മുനീറിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുമൊക്കെയാണ് നമ്മുടെ ഈ ഡ്രോണുകൾ ചെന്ന് പതിച്ചത്. അവിടെ വലിയ തരത്തിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതുണ്ട്. ഈ ഇസ്ലാമാബാദിൽ നിന്ന് നവാസ് ഷെരീഫിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി എന്നുള്ള വാർത്തകളടക്കം പ്രചരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ വന്നതാണ്. അസിം മുനീറിനെ അട്ടിമറിച്ച് മറ്റൊരു കരസേനാ മേധാവി വരാൻ പോകുന്നു പാകിസ്ഥാനിൽ. അതുപോലെ തന്നെ അസിം മുനീർ അറസ്റ്റിലായി എന്നുള്ള തരത്തിലടക്കം ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. തീർച്ചയായും അർജുൻ, അതേപോലെ തന്നെ ഈ പാകിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമി നിർണായകമായ മുന്നേറ്റം നടത്തുന്നു. നാടകീയമായ നീക്കത്തിലൂടെ ഈ BLA കൊറ്റ പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ ആഭ്യന്തരപരമായി വലിയൊരു അസ്ഥിരത നിലനിൽക്കുന്ന ഒരു സാഹചര്യമല്ലേ? അതിന്റെ കൂടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു കനത്ത സമ്മർദ്ദവും പാകിസ്ഥാനെ വലിയ രീതിയിൽ ഉലയ്ക്കുന്നില്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാനിൽ ആഭ്യന്തരപരമായിട്ട് ധാരാളം അസ്ഥിരതയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഈ പറഞ്ഞ ബലൂചിസ്ഥാൻ ആർമിയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളാണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രത്യാക്രമണവും പാകിസ്ഥാനെ വല്ലാതെ തളർത്തുന്നില്ലേ അർജുൻ? തീർച്ചയായിട്ടും. ഇന്നലെ ബലൂച്ച് ലിബറേഷൻ ആർമിയും ഈ ഒരു തക്കം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് കത്വ അടക്കം പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അവരുടെ അവകാശവാദമായി ഉന്നയിക്കുന്നത്. അവിടെ ബലൂചിസ്ഥാൻ്റെ കൊടികളടക്കം പറത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം BLA അവകാശപ്പെടുന്നു. അതായത് ഇന്ത്യ പാകിസ്ഥാനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് തിരിച്ചടി നൽകുന്ന സമയത്ത് അവിടെ നിന്നും പാകിസ്ഥാനകത്തും ഒരു ആഭ്യന്തര കലാപം അത് മൂർച്ഛിക്കുകയാണ്. ഇത് കൃത്യമായിട്ടുള്ള ഒരു അവസരമായി എടുത്തുകൊണ്ട് BLA ബലൂച്ച് ലിബറേഷൻ ആർമിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് ഇരട്ടി പ്രഹരമാണ് എന്ന് പറയാൻ സാധിക്കുന്നു. ഇത് അമൃത്സറിലും ഇപ്പോൾ ഈ സൈറൻ മുഴങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് സുവർണ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഈ സൈറൻ മുഴങ്ങിയിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ ഇന്നലെ 15 ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായും പാകിസ്ഥാൻ ലക്ഷ്യമിട്ട ഒരു കേന്ദ്രം അത് സുവർണ ക്ഷേത്രമായിരുന്നു അമൃത്സറിലെ. അതിന്റെ ഭാഗമായി തന്നെ നേരത്തെ തന്നെ അമൃത്സർ വിമാനത്താവളമൊക്കെ അടച്ചിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സുവർണ ക്ഷേത്രത്തിൽ ബ്ലാക്ക് ഔട്ട് ഉണ്ടാകുന്നത്. ആ ലൈറ്റുകൾ പൂർണ്ണമായും സുവർണ ക്ഷേത്രത്തിന്റെ അടയ്ക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം സുവർണ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത്. എന്നാലും ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഈ JD വാൻസിന്റെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രസ്താവനയിൽ നിന്ന് 2 കാര്യങ്ങൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. 2 കാര്യങ്ങൾ കൃത്യമായി തന്നെ JD വാൻസിന്റെ വാക്കുകളിൽ നിന്ന് വ്യാഖ്യാനിച്ചെടുക്കാം. ഒന്ന്, ഇന്ത്യക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഫ്രീ ഹാൻഡാണ് നൽകുന്നത്. അമേരിക്ക ഇടപെടില്ല, പാകിസ്ഥാനൊപ്പം അമേരിക്ക നിൽക്കില്ല, ഒരു ഫ്രീ ഹാൻഡ് ഇന്ത്യക്ക് നൽകുകയാണ്. രണ്ടാമത്തെ കാര്യം അപ്പോഴും ശ്രദ്ധിക്കണം, രണ്ടാമത്തെ കാര്യം ഒരു ന്യൂക്ലിയർ യുദ്ധത്തിലേക്ക്, ഒരു ആണവ യുദ്ധത്തിലേക്ക് ഇത് എസ്കലേറ്റ് ചെയ്യില്ല എന്നാണ് പ്രതീക്ഷ. അതിന് ഞങ്ങൾ അനുവദിക്കില്ല. ആ ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇടപെടും. ഈ 2 കാര്യങ്ങളാണ് JD വാൻസിന്റെ പ്രസ്താവനയിൽ നിന്ന് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള പ്രകോപനങ്ങളെ ഇന്ത്യ ശക്തമായ രീതിയിൽ തന്നെ അത്യാധുനികമായ ആയുധങ്ങൾ, നമ്മുടെ ആവനാഴിയിലെ ആയുധങ്ങളിൽ
പ്രസക്തമായ ആയുധങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സാമ്പിൾ വെടിക്കെട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം. പക്ഷേ ഇതിൽ നിന്നും ശക്തമായി പാഠം പഠിച്ചില്ല പാകിസ്ഥാനെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണം അതിരൂക്ഷമായിരിക്കുമെന്നൊരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ടത് ഏറെ അത്യാവശ്യമായ കാര്യമാണ്.